പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ആഴത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീണ്ടും മറിയത്തെക്കുറിച്ച് കുറച്ചുകൂടെ ആഴത്തിലേക്ക് നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. ഓരോ വചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്കറിയാം, 3:15 വചനത്തിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുകയാണ്. ഞാനത് വായിക്കാം. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. പ്രിയമുള്ളവർ, ഈ വചനത്തെക്കുറിച്ച് നമ്മൾ ഒന്ന് ധ്യാനിച്ചു നോക്കുകയാണ്. ആദ്യത്തെ ഹൗവയായ സ്ത്രീയെ സാത്താൻ വഞ്ചിച്ചപ്പോൾ പിതാവായ ദൈവം ഇവിടെ സാത്താനെ നോക്കി ഈ ഹൗവയെ വഞ്ചിച്ച ദൈവത്തിന്റെ പദ്ധതി തകർത്ത ഈ സാത്താനെ നോക്കി പിതാവായ ദൈവം വെല്ലുവിളിക്കുകയാണ്. ആരെ കണ്ടുകൊണ്ട്? നസ്രത്തിലെ ബാലികയായ മറിയത്തെ കണ്ടുകൊണ്ട്. എന്താ പറയുന്നേ? സാത്താനെ, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇവിടെ പിതാവായ ദൈവം വെല്ലുവിളിക്കുന്നത് ശക്തനായ സാംസനെ കണ്ടുകൊണ്ടോ, ഭൂമിയിൽ ഗോലിയാത്തിനെ തകർത്ത ശക്തനായ അഭിഷേകം നിറഞ്ഞ ദാവീദിനെ കണ്ടുകൊണ്ടോ, നമ്മുടെ ആർക്ക് ഏഞ്ചൽസിനെ, മിഖായേൽ, ഗബ്രിയേൽ, റാഫേൽ മാലാഖമാരെ കണ്ടുകൊണ്ടോ, അല്ലെ സ്വർഗത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന മാലാഖ കൂട്ടത്തങ്ങൾ മുഴുവൻ കണ്ടുകൊണ്ടോ ഒന്നുമല്ല, അല്ലെ സർവജ്ഞാനിയായ സോളമനെ കണ്ടുകൊണ്ടോ ഒന്നുമല്ല. നസ്രത്തിലെ സാധാരണക്കാരിയായ ഈ ഗോലിയാത്തിനെ തകർക്കുന്ന ഇതിൽ വലിയ അഭിഷേകമോ ഇതൊന്നുമില്ലാത്ത സാധാരണ ഒരു പെൺകുട്ടി, ആണ് പോലുമല്ല, പെൺകുട്ടി, ഈ മറിയത്തെ കണ്ടുകൊണ്ടാണ് പിതാവായ ദൈവം സാത്താനോട് വെല്ലുവിളിക്കുന്നത്. പ്രിയമുള്ളവരെ, അപ്പം ഈ സ്ത്രീ ആരാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും. ആദ്യത്തെ സാത്താന്റെ പദ്ധതി, ദൈവത്തിന്റെ പദ്ധതിയെ സാത്താൻ തകർത്തത് എങ്ങനെയാണ്? സാത്താന്റെ പദ്ധതി വിജയിച്ചത് എങ്ങനെയാണ്? സ്ത്രീയിലൂടെയാണ്. ഇതുകൊണ്ടാണ് പിതാവായ ദൈവം മറ്റൊരു സ്ത്രീയിലൂടെ തന്നെ ഏത് മാർഗത്തിലൂടെ നാശം വന്നോ അതേ മാർഗത്തിലൂടെ തിരിച്ചടിക്കുക. ഇവിടെയാണ് സാത്താൻ നാണം കെട്ടു പോകുന്നത്. ദൈവത്തെ പരാജയപ്പെടുത്താൻ അവരത്ര വലിയ പ്രശ്നമൊന്നുമില്ല. എന്ന് വെച്ചാൽ സാത്താൻ അതിൽ പരാജയപ്പെട്ടാലും നാണം കെടേണ്ട ആവശ്യമില്ല, കാരണം ദൈവവുമായിട്ടാണല്ലോ പോരാടുന്നത്. പക്ഷെ ഇവിടെ ദൈവം അങ്ങനെയല്ല ചെയ്യുന്നത്. ദൈവം നേരിട്ട് ഇവന്റെ തല അങ്ങോട്ട് തകർക്കുകയല്ല ചെയ്യുന്നത്. ദൈവത്തിന് അത് പറ്റും, അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. ഇപ്പൊ നോക്കിയേ, നമുക്കറിയാം 2 പത്രോസ് 2:4 പാപം ചെയ്ത ദൂതന്മാരെ അവിടുന്ന് വെറുതെ വിട്ടില്ല, വിധി ദിവസം വരെ അവരെ സൂക്ഷിക്കുന്ന നരകത്തിന്റെ ഇരുൾക്കുഴികളിലോട്ട് ഈ ലൂസിഫറിനെ ഒരു കൂട്ടം മാലാഖമാരെ മിഖായേൽ മാലാഖ വലിച്ചെറിഞ്ഞു. ഇതുപോലെ ഒരു മാലാഖമാരെ കൊണ്ട് ദൈവത്തിന് ചെയ്യിപ്പിക്കാമായിരുന്നു. ഈ ആദത്തിനെ അവനെ വഞ്ചിച്ച് സാത്താനെ നിർവീര്യമാക്കി കളയാൻ പോലും ദൈവത്തിന് പറ്റും. പക്ഷെ ദൈവം അവിടെ അതൊന്നും അല്ല ചെയ്യുന്നത്. ഒരു സ്ത്രീനെ ദൈവം, പിതാവായ ദൈവം തന്റെ ചായനും സാധന സൃഷ്ടിച്ച, ഉൽപ്പത്തി 1:26 സൃഷ്ടിച്ച ഈ സ്ത്രീയെ നശിപ്പിച്ചപ്പോൾ, ആ മനുഷ്യനെ നശിപ്പിച്ചപ്പോൾ, ദൈവത്തിന്റെ പദ്ധതി തകർത്തപ്പോൾ, അതേ മാർഗത്തിലൂടെ മറ്റൊരു സ്ത്രീയിലൂടെ, അതും പാപികൾ വസിക്കുന്ന ഭൂമിയിൽ വസിക്കുന്ന ഒരു സ്ത്രീയിലൂടെ, അതാണ് സാത്താന്റെ തല തകരുന്ന പരിപാടി. ആദ്യത്തെ സ്ത്രീ എന്ന് പറഞ്ഞാൽ ദൈവത്തോടൊപ്പമാണ്. ഇപ്പം ജോബിന്റെ ഇടയ്ക്ക് വന്നിട്ട് സാത്താൻ വെല്ലുവിളിക്കുന്നുണ്ടല്ലോ. പ്രിയമുള്ള, എന്നാൽ ഇതങ്ങനെയല്ല. ഇവിടെ മറിയം താമസിക്കുന്ന പാപികൾ വസിക്കുന്ന ഭൂമിയിലാണ്. ഈ മറിയത്തെ കണ്ടുകൊണ്ടാണ് പിതാവായ ദൈവം വെല്ലുവിളിക്കുന്നത്. ഇതുകൊണ്ടാണ് ഇന്നും സാത്താൻ ഈ മറിയമെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ദേഷ്യമാണ്. വേറൊന്നും കുഴപ്പമില്ല. അവന് മറിയമെന്ന് പറഞ്ഞാൽ അവന് ജപമാല ചൊല്ലാൻ പാടില്ല, മറിയം മുട്ടത്തോടാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് പറയണേ. മറിയത്തോട് അവന് ഭയങ്കര രോക്ഷമാണ്. പ്രിയമുള്ളവർ, നമ്മൾ മനസ്സിലാക്കണം, ഈ സാത്താന്റെ തല തകർക്കം മറിയത്തിലൂടെയാണ് പിതാവായ ദൈവം പറുദീസ എന്നുകൊണ്ട് വെല്ലുവിളിക്കുന്നത്. ദുഷ്ടപിശാചെ, നീ നോക്കിക്കോ, നീയും സ്ത്രീയും തമ്മിലും. ദൈവത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയാമായിരുന്നല്ലോ, പിതാവായ ദൈവത്തിന്, നീയും എന്റെ പുത്രനും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. അങ്ങനെ പറയാമായിരുന്നല്ലോ. അതല്ലേ പുത്രനെ അയച്ചത്. പക്ഷേ അത് ആരിലൂടെയാണ് പുത്രൻ വരുന്നത്? സ്ത്രീയിലൂടെയാണ് രക്ഷകൻ യേശു വരുന്നത്. എന്നാൽ ശാപം വന്ന ആരിലൂടെയാ? ഹൗവയിലൂടെ. ശിക്ഷ വരുന്നത് രക്ഷയ്ക്ക് നേരെ ഓപ്പോസിറ്റ് ശിക്ഷയാണല്ലോ, അതിന് നാശമല്ല, ശാപം. അത് ഹൗവയിലൂടെ, ഒരു സ്ത്രീയിലൂടെ വന്നു. എന്നാൽ രണ്ടാമത്തെ സ്ത്രീയായ മറിയത്തിലൂടെ രക്ഷ, ജീവൻ, സമാധാനം ഉണ്ടോ, എല്ലാം വരികയാണ്. അപ്പൊ പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്നുകൊണ്ട്, അല്ലെ പറുദീസയിൽ നിന്നുകൊണ്ട് സാത്താനോട് വെല്ലുവിളിച്ചിട്ട് ദൈവം പരാജയപ്പെട്ടു പോയോ? പ്രിയമുള്ളവരെ, ഇതുകൊണ്ടാണ് കത്തോലിക്ക സഭ മറിയത്തെ ഇത്ര ഉയർത്തിപ്പിടിക്കാൻ കാരണം.
സാത്താന്റെ എല്ലാ പദ്ധതികളെ, ദുഷ്ടന്റെ എല്ലാ മാർഗങ്ങളെ ആ പിതാവായ ദൈവം തകർത്തത് ഈ ചെറിയ മറിയത്തിലൂടെയാണ്. ഇതുകൊണ്ടാണ് പറയുന്നത് നസ്രത്തിൽ നിന്ന് എന്ത് നന്മ വരും ഉണ്ട്. പ്രിയമുള്ളവർ, നസ്രത്തിൽ നിന്നാണ് നന്മ വന്നത്. ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റൂ? അന്നത്തെ പുരോഹിത വർഗം പറഞ്ഞത് അങ്ങനെയല്ലേ, ഇവനത്തെ അച്ഛന്റെ മോനല്ലേ, അവന്റെ അമ്മ മേരി, ഇവൻ എവിടുന്ന് കിട്ടി ഇത്ര വലിയ സംഭവമൊക്കെ, ഇവര് ജ്ഞാനമൊക്കെ ഉണ്ടോ? അവർക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പ്രിയമുള്ളവരെ, ഇതാണ് ഈ ചെറിയ വ്യക്തികളിലൂടെ വലിയ സാധനം. നോക്കി, ദാവീദ് ഒരു ബാലനായിരുന്നു. ഗോലിയാത്തിന്റെ തല തകർത്ത കണ്ടോ, അഭിഷേകം കൊടുത്തുകൊണ്ട് ദാവീദിനോട്. അതാണ് നാണം കെട്ടു പോകുന്നത്. ചെറിയൊരു ബാലനെയാ ദൈവം എടുക്കുന്നത്. ഈശോ 5000 പേർക്ക് ഭക്ഷണം കൊടുത്താല് ബാലന്റെ കരങ്ങളിൽ 5 അപ്പവും 2 മീനുമാണ്. ഈശോ സഭയെ, ഈ ലോകം മുഴുവൻ ഇങ്ങനെ യേശുവിനെ പ്രഘോഷിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തതാരെയാ? കുറെ PhD നേടിയവരെ അല്ല. ഇന്ന് സഭയുടെ നല്ലൊരു ശതമാനം പ്രശ്നങ്ങൾക്കും കാരണം ഈ ബുദ്ധിയാണ് പ്രശ്നം. നോക്കിയ സോളമൻ ജ്ഞാനം കൊടുത്തു, എന്താ ഉപകാരം ഉണ്ടായത്? അവന്റെ അത്രയും മ്ലേച്ഛമായ ജീവിതം നയിച്ച വേറെ ആരും ബൈബിളിലില്ല. അത്രമാത്രം മ്ലേച്ഛതയിലോട്ട് കടന്നു. യോഹൻ, നമ്മൾ 1 രാജാക്കന്മാർ 11-ാം അധ്യായം വായിക്കും, നമുക്കറിയാം. അവന് മറ്റു മതത്തിൽപ്പെട്ട 1000 സ്ത്രീകളാണ്, 700 ഭാര്യമാരും 300 ഉപനാരിമാരും. ജ്ഞാനത്തിന് ഒരു കുറവുമില്ല. പ്രിയമുള്ളവരെ, ദൈവ പദ്ധതി നടക്കാൻ ദൈവം തരുന്നത് അക്ഷരജ്ഞാനമില്ലാത്ത ഈ അപ്പസ്തോലന്മാരെയാണ്. എഴുത്തും വായനയും ഒന്നും അറിയത്തില്ലാത്തവരെ. അതുകൊണ്ട് ലോകത്തിന്റെ ഭാഗങ്ങളിൽ ഇന്നും പല സ്ഥലങ്ങളിലൂടെ ഇത്രയൊക്കെ എങ്കിലും ദൈവത്തിന് ചെയ്യാൻ പറ്റി. കുറെ ബുദ്ധിരാക്ഷസന്മാരെ അല്ല ദൈവം തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് ഉപേക്ഷിക്കപ്പെട്ട കല്ലുകളെ മൂലക്കല്ലാക്കിയാണ്. മറിയത്തിൽ നിന്ന് തന്നെ, മറിയത്തിനാണെങ്കിൽ നോക്കി, മറിയം വിധവയാണ്, അനാഥയായ ഒരു കുട്ടിയാണ്. കാരണം അപ്പനും അമ്മയൊക്കെ ചെറുപ്പത്തിലേ മരിച്ചുപോയി. 3-ാമത്തെ വയസ്സിൽ തന്നെ ദൈവത്തിന്റെ ആലയത്തിൽ വന്ന്, ജെറുസലേം ദേവാലയത്തിൽ വന്ന് പഠിക്കുകയാണ്. ഈ മറിയത്തിലൂടെയാണ് ഹവ്വയിലൂടെ കൊണ്ടുവന്ന പദ്ധതികളെ, ആ ദുഷ്ടപിശാചിന്റെ പദ്ധതികളെ ദൈവം തകർക്കാൻ പറുദീസയിൽ വെച്ച് വെല്ലുവിളിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവർ, നമ്മൾ ചിന്തിക്കൂ, പിതാവായ ദൈവം മറിയത്തെ മുൻപിൽ കണ്ടിട്ട് വെല്ലുവിളിച്ചിട്ട് പിതാവായ ദൈവം മറിയത്തിലൂടെ ജയിച്ചെങ്കിൽ, സാത്താന്റെ പദ്ധതിയെ തകർത്തെങ്കിൽ, നമുക്കും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ഇടവകയും നമ്മുടെ രൂപതയെയും പാപികളായ മനുഷ്യവർഗത്തെയും തിരുസഭയെയും മനുഷ്യവർഗം മുഴുവനെയും മറിയത്തിന്റെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കാൻ പറ്റത്തില്ലേ? ഇതുകൊണ്ടാണ് മാർപ്പാപ്പന്മാരൊക്കെ, പല ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പൻ പലരും ഒക്കെ പരിശുദ്ധ കന്യാമറിയത്തിന്റെ വിമല ഹൃദയത്തിലേക്ക് റഷ്യനെയും പലതും പ്രതിഷ്ഠിക്കുന്നത്, സമർപ്പിച്ചു കൊടുക്കുന്നത്. കാരണം എന്താ? നമ്മൾ തന്നെ വിമല ഹൃദയ പ്രതിഷ്ഠയൊക്കെ ചെല്ലുന്നതിന് പിതാവായ ദൈവം പറുദീസയിൽ വെച്ച് അത് ചെയ്തെന്നേ. പിതാവായ ദൈവം പറുദീസയിൽ വെച്ച് തന്റെ പുത്രനെ ഈ മറിയത്തിന്റെ ഉദരത്തിൽ വെച്ചു കൊടുക്കുകയും ചെയ്തു. അത് മാത്രമല്ല പ്രിയമുള്ളവരെ, ഈ പദ്ധതി, സാത്താനിലൂടെ വന്ന പദ്ധതിയെ ഈ മറിയത്തിലൂടെ പിതാവായ ദൈവം വെല്ലുവിളിച്ച്, സാത്താനോട് വെല്ലുവിളിച്ചിട്ട് അത് തകർത്തു ദൂരക്കണം. ശ്രദ്ധി പറഞ്ഞേ ഹാലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, പിതാവായ ദൈവം പോലും മറിയത്തിൽ ഇത്രമാത്രം വിശ്വസിച്ചു. നമുക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്, പലർക്കും ഉണ്ട് വിശ്വാസം. നമുക്കൊക്കെ വലിയ വലിയ വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. ഓരോ സമയത്ത് ഓരോ രീതിയിലായിരിക്കും. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന് നമ്മളിൽ വിശ്വാസമുണ്ടോ? എന്നാൽ അത് മറിയത്തിൽ പിതാവിന് വിശ്വാസം ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിനും പുത്രനും എല്ലാവർക്കും വിശ്വാസം ഉണ്ടായിരുന്നു. ആരിൽ? നസ്രത്തിലെ ഈ ബാലികയായ മറിയത്തിൽ. നമ്മുടെ വിശ്വാസം അല്ല വലുത്, ദൈവത്തിന് നമ്മളെ വിശ്വസിക്കാൻ കൊള്ളാമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. എന്നാൽ മറിയത്തെ സ്വർഗം, ത്രിത്വം ഇത്രമാത്രം ആഴത്തിൽ വിശ്വസിച്ചു. ആ വിശ്വാസം ഉറച്ചു നിന്നു, ആ വിശ്വാസം പൂർത്തീകരിച്ചു. അവരുടെ വിശ്വാസം വഴി ജയിച്ചു, സാത്താന്റെ തല തകർത്തു കളഞ്ഞു. പ്രിയമുള്ളവരെ, ഇതാണ് പരിശുദ്ധ കന്യകാ മറിയം. ആ ഉൽപ്പത്തി 3:15 ചുമ്മാ അങ്ങോട്ട് വായിച്ചാൽ പോരാ. നീയും സ്ത്രീയും തമ്മിൽ, നിന്റെ സന്തതി അവളെ സന്തതി ശത്രുത ഉളവാ, ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞാൽ മാത്രം പോരാ. സാത്താനെ നീയും സ്ത്രീയും തമ്മിൽ നോക്കി ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ പിതാവായി ദൈവം സാത്താനെ നോക്കി വെല്ലുവിളിക്കുന്ന ഈ മറിയത്തെ കണ്ടുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് നോക്കി, സാത്താന്റെ എല്ലാ പദ്ധതികളെയും മറിയത്തിലൂടെ, തന്റെ പുത്രനിലൂടെ അത് തകർത്ത് കളയുകയാണ്. ഇതാണ് കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന മറിയത്തെ നമ്മൾ കാണേണ്ടത്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെയും നമ്മുടെ വ്യക്തിപരമായ ഓരോ അവസ്ഥകളെയും, ബലഹീനതകളോ എന്തു ആവട്ടെ, മറിയത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. മറിയം നമ്മളെ നോക്കിക്കോളും. മറിയം നോക്കിയാൽ സാത്താൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ വലിയ ബുദ്ധിമുട്ടാണ്. പ്രലോഭനങ്ങളുണ്ടാവും, പക്ഷെ വീണു പോകത്തില്ല. അതുകൊണ്ട് പരിശുദ്ധ കന്യകാ മറിയത്തോട് ചേർന്ന് വിശുദ്ധാതിരാപ്പിയവനെ സാത്താൻ എടുത്തിട്ടടിച്ചു, പക്ഷെ വിജയിച്ചില്ല. പരിശുദ്ധ കന്യാമറിയത്തിലൂടെ ജയിച്ചു. ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പ പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മകനായിരുന്നു. വെടിയൊക്കെ കിട്ടിയില്ലേ? പക്ഷെ മരിച്ചോ? എങ്ങനെയാണ് മരിച്ചു, പക്ഷെ വെടിയിലൂടെ മരിച്ചില്ല, വെടികിട്ടിയിലൂടെ. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മളും പരിശുദ്ധ അമ്മയോട്, പക്ഷെ നമ്മൾ ലോകത്തിന്റെ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ, ബുദ്ധിയുടെ തലത്തിൽ നോക്കിയാൽ, ജോൺ മരിയ വിയാനിയച്ചൻ വലിയ മരീഭക്തനായിരുന്നു.
വല്ല മേഖലയിലും വല്ല PhD വല്ല കിട്ടി, ഒന്നും കിട്ടിയില്ല. പക്ഷെ ഇന്ന് സ്വർഗത്തിലാണ്, ലോകം മുഴുവൻ വൈദികരുടെ മധ്യസ്ഥനാണ്. ഉപേക്ഷിക്കപ്പെട്ട കല്ലുകളെ മൂലക്കല്ലാക്കുന്ന ആ മറിയത്തെ ദൈവം തെരഞ്ഞെടുത്ത പോലെ മറിയത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം ഇങ്ങനെ വലിയ കാര്യങ്ങൾ ചെയ്യും. നമ്മൾ ബുദ്ധി കൊണ്ട് നോക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പിതാവായ ദൈവത്തിന്റെ വെല്ലുവിളി മറിയത്തിലൂടെ ജയിച്ചതുപോലെ നമ്മുടെ എല്ലാ ഉദ്യമങ്ങളെയും അത് എന്തുമാവട്ടെ അത് മറിയത്തിന്റെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാം. അതുവഴി ദൈവം മറിയത്തിലൂടെ എല്ലാം വിജയിപ്പിച്ചു തരും. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിത്യപിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.